ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയാൻ പോകുന്നത്. 2025 പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. ശനി ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു. മെയ് 14 വ്യാഴവും രാശി മാറുന്നതാണ്. അതിനുശേഷം രാഹുകേതുക്കളുടെ ഒക്കെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ വളരെ കാലമൊക്കെ ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം ജ്യോതിഷപരമായിട്ടൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രം 2 രാശിയിലായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ്. ആദ്യത്തെ 1/4 ഭാഗം കുംഭക്കൂറിൽ വരുന്നു. അവസാനത്തെ 1/4 ഭാഗം മീനക്കൂറിലുമായിട്ടാണ് വരുന്നത്. വിഷു സംക്രമണ ഫലമൊക്കെ അനുസരിച്ച് പൂരുരുട്ടാതി നക്ഷത്രം മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. അതിനാൽ ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെ, സുഹൃത്തുക്കളെ എന്നിവരുമായിട്ടുള്ള ബന്ധവും അവരോടുള്ള സഹകരണവും ഒക്കെ കൂടുതലൊക്കെ ശക്തമാക്കി കൊണ്ടുപോകേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ അനാവശ്യമായ ചർച്ചകളൊക്കെ നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിലോ അതിലൊന്നും ഒരു കാരണവശാലും ഇടപെടാൻ നിൽക്കരുത്. അനാവശ്യമായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അപമാനം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ മാനസികമായ സന്തോഷക്കുറവും ഉണ്ടാകുന്ന സമയമാണ്. ദേവത വരുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു ദേവത വന്നാൽ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വിഷു സംക്രമണ ഫലത്തിൻ്റെ കൂടെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി നോക്കേണ്ടതാണ്. പൂരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം നക്ഷത്രക്കാർക്ക് വളരെ മോശ സമയത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് ജന്മശനി കാലമായിരുന്നു. ആ ജന്മശനി ഇപ്പോൾ മാറി. അത് 2-ാം ഭാവത്തിലേക്കാണ് രാശി മാറിയത്. അങ്ങനെ 2-ാം ഭാവത്തിലേക്ക് രാശി മാറിയതിൻ്റെതായ മാറ്റം ഇപ്പോൾ അവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. മെയ് 14 വ്യാഴവും 5-ാം ഭാവത്തിലേക്ക് രാശി മാറും. അപ്പോൾ കുറച്ചുകൂടി നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ജോലിയിൽ നിന്ന് വരുമാനങ്ങളെ, ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ഒക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. പക്ഷേ ചിലവുകളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചിലവുകളൊക്കെ അല്പം കൂടുന്ന സമയമാണ്. ജോലി സ്ഥലത്തും മറ്റുള്ളവരുടെ അടുത്തുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ കാലതാമസമൊക്കെ ഉണ്ടായാലും കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ്. ജോലിയിലൊക്കെ കഠിനമായ പ്രയത്നത്തിലൂടെയൊക്കെ വിജയം ഉണ്ടാക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചൊക്കെ മാത്രം ചെയ്യേണ്ടതാണ്. എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ പോകരുത്. ബിസിനസ്സൊക്കെ നഷ്ടത്തിലുള്ളവർക്കാണെങ്കിൽ അതൊക്കെ വിജയകരമായിട്ടൊക്കെ പോകുന്നതാണ്. അതുപോലെ ബിസിനസ് പങ്കാളിയോടും കുടുംബ പങ്കാളിയോടും ഒക്കെ ഇടപഴകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓഹരി വിപണിയിലൂടെയൊക്കെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ വിവാഹമൊക്കെ ആലോചിച്ചിട്ട് നടക്കാതെ ഇരുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിവാഹമൊക്കെ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്ത് എന്തെങ്കിലും നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും യോഗമുണ്ട്. പൂരുരുട്ടാതി അവസാനത്തെ 1/4 ഭാഗം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനി 12-ൽ നിന്ന് ജന്മത്തിലേക്കാണ് രാശി മാറിയത്. ജന്മശനി കാലമാണ്. ജന്മശനി കാലം അല്പം മോശമാണ്. ആരോഗ്യകാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥിരമായിട്ടൊക്കെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ മരുന്നൊന്നും മുടക്കരുത്. അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടാകാം. സാമ്പത്തികമായിട്ടൊക്കെ അല്പം നിയന്ത്രണങ്ങളൊക്കെ ജീവിതത്തിൽ ഏർപ്പെടുത്തേണ്ടതാണ്. സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ അലസത, മടിയൊക്കെ ഒഴിവാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ പല കാര്യങ്ങൾക്കും മുടക്കമൊക്കെ സംഭവിക്കാവുന്ന കാലമാണ്. കൂടുതൽ ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം, എള്ളുതിരി എന്നീ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ ജപിക്കേണ്ടതാണ്. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടുതൽ
ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ശിവന് ധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.